ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സൗജന്യ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സോണിയ. ഇതുകൂടാതെ KG മുതൽ PG വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ട്യൂഷൻ വിദഗ്ധ അധ്യാപകരുടെ സഹായത്താൽ ലഭ്യമാണ്. എൻട്രൻസ് കോച്ചിങ്ങുകളും കോമ്പറ്റേറ്റീവ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഷാഡോ ആപ്പിലൂടെ വിദഗ്ധ അധ്യാപകരുടെ സഹായത്താൽ ഒരു മികച്ച വിജയം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഇൻട്രോ പാർട്ട് മാത്രമേ നമ്മളന്ന് എടുത്തുള്ളൂ. നമ്മൾ ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് പോവുകയാണ്. ദ സെക്കൻഡ് പാർട്ട് ഈസ് കണക്റ്റിംഗ് ടു മാറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഈ പാർട്ടിലേക്ക് പോകാം. മാറ്റർ. വാട്ട് ഈസ് എ മാറ്റർ? മാറ്റർ മീൻസ് സംതിങ്, എനിത്തിങ് ഇൻ ദ സറൗണ്ടിങ്സ് ഓക്യുപ്പൈ സ്പേസ് ഓർ ദാറ്റ് ഹാസ് എ മാസ്. ഏതൊരു സാധനം നമ്മളുടെ ചുറ്റുപാടത്ത് കണ്ടോ അതിനെല്ലാം മാസ്, വെയിറ്റും ഉണ്ട്, അതൊരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ മാറ്റർ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നൊരു ഡെഫിനിഷനാണ് ഇത്. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈ സ്പേസ് അറ്റ് ദ സെയിം ടൈം മാസ്. ഈ രണ്ട് പോയിൻറ്റ്സ്, മാസ് ആൻഡ് സ്പേസ്, നിങ്ങൾ ഒരിക്കലും എക്സാമിലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം അതാണ് നിങ്ങൾക്ക് മാർക്ക് തരുന്നത് തന്നെ. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈ സ്പേസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് മാസ്. സോ നിങ്ങൾ ചെറിയ ക്ലാസ്സിലെല്ലാം നമ്മുടെ ഒരു 10th വരെ നമ്മളെല്ലാവരും സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ഫസ്റ്റ് പറയുന്നത് there are 3 states of matter: solid, liquid, gas. പക്ഷേ +1 അപ് ടു ഫ്രം ദ +1 ഓൺവേർഡ്സ് നമുക്ക് ഒരിക്കലും 3 സ്റ്റേറ്റ്സിൽ നിർത്താൻ പറ്റില്ല. ദർ ഷുഡ് ബി 4, 5, 6. ഞാനിവിടെ റെഡ് കളറിൽ ഇട്ടേക്കുന്ന 2 ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഫസ്റ്റ് നമ്മൾ 4 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ദാറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ സ്റ്റേറ്റ്. +1 ഓൺവേർഡ്സ് നമുക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ 4 സ്റ്റേറ്റ്സിനെയാണ്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ. പിന്നീട് നമുക്ക് ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ കെമിസ്ട്രി തന്നെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് പിന്നെ കേൾക്കാൻ പറ്റുന്നൊരു ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫേം അയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്സ് കേൾക്കാൻ പറ്റും. അത് ഹയർ ക്ലാസ്സസിൽ മാത്രമേ നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ആ പേരുകൾ നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആയിരിക്കണം. ബിക്കോസ് എൻട്രൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഈ ഉള്ള നെയിംസൊക്കെ ചിലപ്പോൾ റെഫറിങ് വരാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് എ മാറ്റർ. ഓക്കെ, നമുക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസിൽ പ്ലാസ്മയിലേക്ക് പോകാം. ദ ഫസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഈസ് സോളിഡ്. സോളിഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ എൻവയറമെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നതും എല്ലാം കുറച്ച് കട്ടിയുള്ള സാധനങ്ങൾ എല്ലാം നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതെല്ലാം, അല്ലെങ്കിൽ അതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ആ ഒരു സ്പേസിൽ തന്നെ ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു റൂമിൽ കൊണ്ടുവന്നിട്ടൊരു ബെഡ് കോട്ട് ഇടുന്നു, ഒരു ചെയർ ഇടുന്നു, ഒരു അലമാരി വെക്കുന്നു, എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ദേ ഒക്യുപ്പൈസ് വൺ സ്പേസ്. ആ സ്പേസ് അത് ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് അവിടെ നിന്ന് ഒഴുകിപ്പോവുകയോ അല്ലെങ്കിൽ അത് പറന്നു പോവുകയോ ഒന്നുമല്ല. അങ്ങനെയുള്ളൊരു ചില സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അവരെല്ലാവരും സോളിഡിൽ വരും. ചിലതിൻ്റെ തിക്നെസ് അനുസരിച്ചായിരിക്കും അത് ചിലപ്പോൾ ഒന്ന് മൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പേപ്പർ സ്ട്രിപ്സൊക്കെ ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു കാറ്റ് വന്നാലൊക്കെ അത് പറന്നു പോകും. അതൊക്കെ പുറത്തുനിന്നൊരു എനർജി വരണം. ഇപ്പം നമ്മൾ പറയും ഒരു ചെയർ അവിടെ ഇരിക്കുന്നു, നമ്മൾ പുറത്തുനിന്നൊരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അതിൻ്റെ പ്ലേസ് നമുക്കൊന്ന് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള നമ്മൾ കാണുന്ന ചെയർ, ടേബിൾ, ബുക്ക്, പെന്ന്, പെൻസിൽ, എവറിത്തിങ് coming under these states that is called solid state. ഇനി സോളിഡ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. ഇൻ ദ സോളിഡ് സ്റ്റേറ്റ് ഓൾ ദ മോളിക്യൂൾസ് ആർ ടൈറ്റ്ലി പാക്ഡ്. അതുകൊണ്ടാണ് അവർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിനകത്തുള്ള ഓരോ പാർട്ടിക്കിൾസും തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കൂടുതലായതുകൊണ്ട് അവർ വളരെ ടൈറ്റായിട്ട് പാക്ക് ചെയ്തത് കൊണ്ടാണ് അവരിങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് ദേ ഹാവ് ആൻ ഓർഡർ ഓഫ് ഫാഷൻ. അവരുടെ ഓർഡർ വളരെ ഓർഡർലി ആയിട്ടാണ് അത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വരെ, അതിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ് പാർട്ടിക്കിൾസോ എല്ലാം. അതുകൊണ്ടാണ് നമ്മൾ അവരെ സോളിഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനകത്ത് മാറ്ററിൻ്റെ ഡെഫിനിഷൻ കാണാം. മാറ്റർ, എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ് ഈസ് കോൾഡ് മാറ്റർ. അതിൻ്റെ എക്സാമ്പിൾസ് കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ നമുക്ക് സോളിഡ്സിൻ്റെ ഡെഫിനിഷനും കാണാം. Solids, the particles are held very close to each other in orderly fashion. There is not much freedom of movement. ഈ മൂന്ന് പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം. ഫസ്റ്റ് പോയിൻ്റ്, ഇറ്റ്സ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. ആൻഡ് സെക്കൻഡ് പോയിൻ്റ്, ദാറ്റ് ഈസ് ഓർഡർലി ഫാഷൻ. ആൻഡ് ദ തേർഡ് പോയിൻ്റ്, ദർ ഇസ് നോട്ട് മച്ച് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. ഈ സോളിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ വരുമ്പോൾ എല്ലാ മാറ്റേഴ്സിലും
പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് അതിനകത്ത് ഉണ്ടാവില്ല. അതിനകത്തുള്ള എല്ലാ പാർട്ടിക്കിൾസും ടൈറ്റായിട്ടായിരിക്കും പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ അതിനൊരു ഓർഡേർലി ഫാഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഓർഡേർലി പാറ്റേൺ ഉണ്ടാവും അതിനെ ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട്. ലിക്വിഡിലേക്ക് വരാം. ലിക്വിഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ കാണുന്ന എല്ലാം നമ്മുടെ വാട്ടർ, ജ്യൂസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് എല്ലാം, പിന്നെ അതുപോലെ എന്ത് നമ്മൾ ഡ്രിങ്കിങ് പർപ്പസിനും വാഷിംഗ് പർപ്പസിനൊക്കെ എടുക്കുന്ന മിക്ക കാര്യങ്ങളും എല്ലാം ലിക്വിഡ്സിലായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് ലിക്വിഡ് ടൈപ്പ് ഡിറ്റർജൻസ് വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ എല്ലാ കാര്യങ്ങളും ലിക്വിഡിലാണ്. ഈ ലിക്വിഡ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആ എമൗണ്ട് അവിടെ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ അത് വേപ്പറൈസ് ചെയ്തൊന്നും പോവില്ല, അത് അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ലിക്വിഡ് താഴേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ആ കുറച്ചൊന്ന് ഫ്ലോ ചെയ്യും. ലിക്വിഡിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് ആ ഉണ്ടാവുന്ന എമൗണ്ട് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഫ്ലോ, അത്രയേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം ലിക്വിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടെയ്നറിൽ എടുത്ത് വെക്കാം. അതിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ദ ഷേപ്പ് ഓഫ് ദാറ്റ് കണ്ടെയ്നർ. ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ ലിക്വിഡിനെ എടുത്ത് വെക്കുന്നത് അതായിരിക്കും അതിൻ്റെ ഷേപ്പ് എന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് ലിക്വിഡിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയാം: ഇൻ ലിക്വിഡ്സ് പാർട്ടിക്കിൾസ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ ബട്ട് ദേ ക്യാൻ മൂവ് അറൗണ്ട്. കുറച്ചൊന്ന് മൂവ് ചെയ്യാൻ പറ്റും. പാർട്ടിക്കിൾസ് നല്ല ക്ലോസിൽ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ ദേ ക്യാൻ മൂവ്. അങ്ങനെയുള്ള എല്ലാ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അങ്ങനെയുള്ള എല്ലാ മാറ്ററുകളെയും നമുക്ക് ലിക്വിഡ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഗ്യാസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗ്യാസ് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഗ്യാസിനകത്ത് ലിക്വിഡിൻ്റെ കുറച്ചൊന്നും മാറ്റമൊക്കെ ഉണ്ട്, കണ്ടോ? എലമെൻസിന് അവർക്കൊരു ഓർഡർലി ഫാഷൻ ഇല്ല, കാര്യം ഓർഡറായിട്ടല്ല അതിരിക്കുന്നത്. പക്ഷേ ഗ്യാസിൻ്റെ സ്റ്റേജ് നോക്കിക്കേ, എല്ലാവരും ഇങ്ങനെ ബബിൾസ് ആയിട്ട് പുറത്തേക്ക് പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ക്ലോസ്ഡ് അല്ലെങ്കിൽ ദർ ഇസ് എ ചാൻസ് അത് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഗ്യാസിന് കിട്ടുന്ന സ്പേസിലേക്ക് ഗ്യാസ് അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളതാണ്. കാരണം ഇറ്റ് ഹാസ് എ വെരി വെരി ഫ്രീ മൂവ്മെൻറ്റ്. ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ് വളരെ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നാലും നമുക്കിപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലിരുന്നാലും നമ്മുടെ ലിവിങ് റൂമിലിരുന്നാലും നമുക്ക് കിച്ചണിലൊരു കുക്ക് ചെയ്തൊരു ഫുഡിൻ്റെ മണം വരുന്നത് ബിക്കോസ് ഓഫ് ദാറ്റ് എയർ പാസസ് ദാറ്റ് ഫ്ലേവർ. അതുകൊണ്ട് ആ ഗ്യാസാണ് നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്. അത്ര ഫ്രീലി അത് വരുന്നുണ്ട്. പക്ഷെ ഒരു സോളിഡ് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് അസസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ലിക്വിഡ് അതൊന്നും പറ്റില്ല. പക്ഷെ നേരെ മറിച്ച് ഗ്യാസ് എന്ന് പറയുന്നത് ദേ ക്യാൻ ഈസിലി വെരി വെരി ഫ്രീലി മൂവിങ്. ഗ്യാസ് ഫ്രീലി മൂവിങ് ആയതുകൊണ്ടാണ് നമുക്ക് റെസ്പയർ ചെയ്യാൻ പോലും പറ്റുന്നത്. അതല്ലെങ്കിൽ സോളിഡോ ലിക്വിഡോ ആണെങ്കിൽ വി കനോട്ട് റെസ്പയർ ഇറ്റ്. ഗ്യാസിൻ്റെ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ്. ഗ്യാസ് ക്യാൻ മൂവ് വെരി വെരി ഫ്രീലി. അപ്പം നമുക്ക് ഗ്യാസിൻ്റെ ഡെഫിനിഷനും ഒന്ന് നോക്കാം. ഇൻ ഗ്യാസസ് പാർട്ടിക്കിൾസ് ഫാർ അപ്പാർട്ട് ആസ് കമ്പയർഡ് ടു ദോസ് പ്രസൻറ്റ് ഇൻ സോളിഡ് ആൻഡ് ലിക്വിഡ്. When we compare the particles with the solid and liquid, the gas particles are far apart. കുറേ ദൂരെ ആയിരിക്കും അവരുടെ പാർട്ടിക്കിൾസ്. സോളിഡിൻ്റെ പാർട്ടിക്കിൾസ് വെരി ടൈറ്റ്ലി ക്ലോസ്ഡ്, ലിക്വിഡിൻ്റെ പാർട്ടിക്കിൾസ് ക്ലോസ്ഡ് ബട്ട് ദേ ക്യാൻ മൂവ് എന്ന് എഴുതണം. ബട്ട് ഗ്യാസ് പാർട്ടിക്കിൾസ് ആർ വെരി വെരി ഫ്രീലി മൂവ് ആൻഡ് ദെയർ മൂവ്മെൻറ്റ് ഈസ് വെരി ഫാസ്റ്റ് ഓൾസോ. ഇനി നമുക്ക് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇത് ഡെഫിനിഷനും ക്യാരക്ടറിസ്റ്റിക്സും തമ്മിൽ മാറിപ്പോവരുത്. എപ്പോഴും ഡെഫിനിഷൻ എഴുതുമ്പോൾ അവർ എന്താണെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവമാണ് പറയുന്നത്. സോളിഡ് എന്ന് പറഞ്ഞാൽ സോളിഡിന് ഡെഫിനിറ്റ് വോളിയൂം ഉണ്ടോ, ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ. നിങ്ങൾക്കൊരു സബ്സ്റ്റൻസിൻ്റെ പേര് പറയും, ചെയർ, ടേബിൾ, ബ്ലാക്ക് ബോർഡ്, എന്ത് പറഞ്ഞാലും നമുക്കതിനൊരു ഷേപ്പ് നമ്മുടെ മൈൻഡിലുണ്ട്. ബിക്കോസ് ഇറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ദാറ്റ് ഹാവ് എ ഡെഫിനിറ്റ് വോളിയൂം. ഇപ്പോൾ ഒരു പേന ആ മേശയിൽ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആ ടേബിളിലൊരു പെന്നിരിപ്പുണ്ട്, ആ ടേബിളിലൊരു ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ തന്നെ അതിൻ്റെ ഒരു സ്പേസ്, അതായത് അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ആ ടേബിൾ എന്തോരം അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് മനസ്സിലാവും. ബിക്കോസ് വി നോ ദാറ്റ് സോളിഡ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയൂം. നമ്മൾ തന്നെ എല്ലാ സോളിഡ്സിനും ഒരു ഷേപ്പ് നമ്മുടെ മൈൻഡിലുണ്ട്. ബിക്കോസ് വി ഓൾ നോ ദാറ്റ് സോളിഡ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയൂം. പക്ഷേ ലിക്വിഡിൻ്റെ കാര്യം അങ്ങനെയല്ല. ലിക്വിഡിൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ കുറച്ച് മൂവൊക്കെ ചെയ്യും, ഹാവ് എ ഡെഫിനിറ്റ് വോളിയം ബട്ട് നോട്ട് ഡെഫിനിറ്റ് ഷേപ്പ്. കാരണം വെച്ചാൽ ഡെഫിനിറ്റ് വോളിയം ഞാൻ പറയാം. ഇപ്പം നിങ്ങളോട് 1 ലിറ്റർ ലിക്വിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓക്കെ അതൊരു ചെറിയ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സോ കാണിച്ചാൽ നിങ്ങൾ പറയും അല്ല അതിനകത്ത് പറ്റില്ല, അത് കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ വലിയൊരു ബോട്ടിൽ എടുക്കേണ്ടി വരും. 1 ലിറ്റർ ആണല്ലേ, അപ്പോൾ 1 ലിറ്ററിനാണ്. കാരണം നമ്മൾ മൈൻഡിൽ വരുന്നത് നമുക്ക് ലിക്വിഡല്ല, വി ആർ ഗോയിങ് ടു ദാറ്റ് ഷേപ്പ് ഉള്ളി. അതിന് ഏത് ഷേപ്പിലാണ് ആ ലിക്വിഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് വി നോ ദാറ്റ് വോളിയം ഇസ് 1 ലിറ്റർ ബട്ട് ഏത് ഷേപ്പിലാണ് ആ 1 ലിറ്റർ ഇരിക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറിയൊരു ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കത്
ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വി നോ ദാറ്റ് വോളിയം. ഇപ്പോൾ ലിക്വിഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദേ ഹാവ് എ ഡെഫിനിറ്റ് വോളിയം, ബട്ട് ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. നമ്മൾ ലിക്വിഡിൻ്റെ ഷേപ്പ് എന്താണെന്ന് പറയുന്നത് അത് കണ്ടെയ്ൻ ചെയ്തേക്കുന്ന ആ ബോട്ടിലിനനുസരിച്ചായിരിക്കും. അടുത്തത് ഗ്യാസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്യാസിന് neither definite volume nor definite shape. Neither definite volume nor definite shape. ഒരു വോളിയമോ ഒരു ഷേപ്പോ ഒന്നുമില്ലാതെ റാൻഡംലി പോണ ഒരാളാണ് ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ്ലി ഒക്യുപ്പൈ ദാറ്റ് കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ പ്ലേസ്ഡ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സോഡ വാട്ടറൊക്കെ നമുക്കറിയാം. നമ്മളെങ്ങനെ ഈ കാർബോണിക് ആസിഡാണ് നമ്മുടെ സോഡ വാട്ടർ. എങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കുന്നത്? നമ്മളുടെ ഒരു ബോട്ടിൽ നമ്മൾ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് വളരെ പ്രഷറിൽ കാർബൺ ഡയോക്സൈഡാണ് നമ്മൾ അതിലേക്ക് പാസ് ചെയ്യുന്നത്. കാർബൺ ഡയോക്സൈഡ് വാട്ടറായിട്ട് എടുത്ത് കാർബോണിക് ആസിഡാണ്. പക്ഷെ കുറച്ച് നേരം നമ്മൾ ആ ബോട്ടിലിൻ്റെ ലിഡൊന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കൊരു ടേസ്റ്റ്, ബിക്കോസ് സം കാർബൺ ഡയോക്സൈഡ് ആർ മിക്സ്ഡ് ഇൻ ദാറ്റ് വാട്ടർ, ദേ കനോട്ട് എസ്കേപ്പ്, അതിൻ്റെ ഉള്ളിലുണ്ടാകും. പക്ഷേ ബാക്കിയുള്ള ഗ്യാസസ്, നമ്മൾ ആ കൊടുത്ത ഗ്യാസിനകത്ത് കുറച്ച് എമൗണ്ട് ഓഫ് ഗ്യാസസ് എന്ത് പറ്റും, നമ്മൾ ആ ലിഡ് മാറ്റിക്കഴിഞ്ഞ് ദേ ഹാവ് എ ടെൻഡൻസി ടു എസ്കേപ്പ് ഔട്ട്. അപ്പം നമുക്ക് ആ ഗ്യാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാണ്ട് വരും കുറച്ച് നേരം അത് ഓപ്പൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ. സോ ദേ ഹാവ് നൈദർ ഡെഫിനിറ്റ് വോളിയം നോ ഡെഫിനിറ്റ് ഷേപ്പോ വോളിയമോ ഒന്നുമില്ല. ഗ്യാസ് എവിടെ വെച്ചും ഏത് ഭാഗത്തേക്ക്, ഇപ്പോൾ ഒരു സിലിണ്ടർ ആയാലും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ അത് ആ റൂമിൽ മാത്രമേ, എല്ലാം നമ്മൾ ക്ലോസ്ഡ് ആണ്, ആ റൂമിൽ മാത്രമേ ഇരിക്കുന്നു ഇല്ല. ഒരു ചെറിയ പോയിൻ്റ്, ഒരു ഹോൾ ഉണ്ടെങ്കിൽ പോലും ഗ്യാസ് ക്യാൻ ലീക്ക് ത്രൂ ദാറ്റ് ഹോൾ ആൻഡ് കംപ്ലീറ്റ്ലി ഒക്യുപ്പൈ ദ കണ്ടെയ്നർ ഇൻ വിച്ച് ദേ പ്ലേസ്ഡ്. ഒരു കണ്ടെയ്നറിലാണ് നമ്മളപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലിരിക്കുന്ന സിലിണ്ടേഴ്സിലൊക്കെ എന്തോരം ഗ്യാസാണ് ആ സിലിണ്ടേഴ്സിൽ അവർ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇൻ ദാറ്റ് completely occupy in that container in which they are placed. So solid, liquid and gas, the three states of matter. Solid have definite shape and definite volume. Liquid have definite volume but no definite shape, and gases have neither definite volume nor definite shape. These are the main points. You please refer these points. ഈ പോയിൻറ്റ്സ് മെയിനായിട്ട് എക്സാമിന് നമുക്ക് ചോദിക്കുമ്പോൾ ഈ പോയിൻ്റ് ഇതിൻ്റെ ഡെഫിനിഷനും വേണം, അറ്റ് ദ സെയിം ടൈം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും വേണം. ഇത് കഴിഞ്ഞിട്ടൊരു പോർഷനും കൂടെ ഉണ്ട്, പ്ലാസ്മ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇയറിൽ പ്ലാസ്മയെക്കുറിച്ച് അധികം പഠിക്കാനില്ല, എന്നാലും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ ഗ്യാസിന് ചിലപ്പോൾ അയോണൈസ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് വരും. അതായത് ഗ്യാസ് എന്ന് പറയുന്നതിൽ നിന്ന് ഇലക്ട്രോൺസ് മാറുകയോ, ഇപ്പം നമുക്കറിയാമല്ലോ ഇലക്ട്രിസിറ്റിയൊക്കെ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ആണല്ലോ. അതല്ല എയറിലൂടെയും നമുക്ക് മാഗ്നറ്റിക് പവറൊക്കെ വരണമെങ്കിൽ ആ ഗ്യാസിനൊരു പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് മാറണം. അതായത് ഗ്യാസ് അയോണൈസ് ചെയ്യുമ്പോഴാണ്, അതായത് പ്ലസ്സും മൈനസ്, അതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇനി അടുത്ത ക്ലാസ്സിലൊക്കെ പഠിക്കും. പ്ലസ് മൈനസ് ചാർജസ് ആയിട്ട് ഗ്യാസ് മാറുന്ന സമയത്താണ് നമുക്ക് മാഗ്നറ്റിക് ഉണ്ടാക്കാൻ പറ്റുന്നത്, നമുക്ക് ഇലക്ട്രിക് കണ്ടക്ഷൻ നടക്കുന്നത്, നമുക്ക് ഇലക്ട്രിസിറ്റി വരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റിനെ നമ്മൾ പ്ലാസ്മ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്ലാസ്മ ഡിയോണൈസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് ഗ്യാസിലേക്ക് വരും. ഇനി അത് ഓരോ മാറ്റർ എങ്ങനെ മാറും നോക്കാം. നമുക്കിപ്പോൾ സോളിഡിനെ ഒരു ഐസായിട്ട് കാണാം. ഐസിനെ നമ്മൾ കുറച്ച് നേരം പുറത്തിരുന്നാൽ ഇറ്റ് അണ്ടർഗോസ് മെൽറ്റിംഗ് ആൻഡ് ഇറ്റ് ഗോസ് ടു ലിക്വിഡ്, വാട്ടറായിട്ട് മാറും. ആ വാട്ടറിനെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് നോക്കാം. ഇറ്റ് അണ്ടർഗോസ് വേപ്പറൈസേഷൻ ആൻഡ് ബിക്കം സ്റ്റീം, വേപ്പറായിട്ട് മാറും. അതിനെ നമ്മൾ അയണൈസ് ചെയ്താൽ മാത്രമേ പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് പോകുകയുള്ളൂ. ഓക്കെ, എനിവേ നമ്മുടെ പ്ലാസ്മ സ്റ്റേറ്റ് ഡീഅയണൈസ് ചെയ്യുന്നു, ഗ്യാസ് ആകുന്നു. അറ്റ് ദ സെയിം ടൈം ഗ്യാസിന് കണ്ടൻസേഷൻ ഉണ്ടാകുന്നു. കണ്ടൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് തണുക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൂടി വെച്ചേക്കുന്ന ഒരു പാത്രം, ഒരു ചൂടുള്ള പാത്രം മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എടുക്കുമ്പോൾ ആ ലിഡിൽ നിറച്ച് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാം. ബിക്കോസ് ഈ ഗ്യാസ് വന്ന ആ ലിഡിൽ തട്ടി നിൽക്കുമ്പോൾ അത് കുറച്ച് നേരം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഇരുന്ന് കൂളാവും. സോ ദാറ്റ് കണ്ടൻസ് ഇൻ ടു ലിക്വിഡ്. ആ ഗ്യാസാണ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആവുന്നത്. നെക്സ്റ്റ് ലിക്വിഡ് ഫ്രീസ് ചെയ്യുന്നു. ഇപ്പോൾ വാട്ടർ ഫ്രീസ് ചെയ്ത് നമുക്കറിയാം ഇറ്റ് ഗോസ് ടു ഐസ്, ദാറ്റ് മീൻസ് സോളിഡ്. പിന്നെ സോളിഡിന് സബ്ലിമേഷൻ എന്ന് പറയുന്നൊരു ഭാഗവും കൂടെയുണ്ട്. സോളിഡ് ഗ്യാസ് ആവുന്ന ഭാഗം അത് അയഡിൻ വേപ്പേഴ്സ് അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ക്യാംഫർ ഉണ്ടല്ലോ, കർപ്പൂരം എങ്ങനെ ഇരിക്കുന്നത്, ഇറ്റ് ഈസ് എ സോളിഡ് മാറ്റർ അല്ലേ, സോളിഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമ്മളതിനെ ജസ്റ്റ് ഒന്ന് ബേൺ ചെയ്യുമ്പോൾ തന്നെ അത് എന്തായിട്ടാണ് മാറുന്നത്, ലിക്വിഡായിട്ടല്ല മാറുന്നത്, സ്ട്രെയിറ്റ് ഗോ ടു ഗ്യാസ്. അതുകൊണ്ടാണ് ആ ഒരു പ്രോസസ്സിന്, കർപ്പൂരമൊക്കെ കത്തുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്ലിമേഷൻ. അതുപോലെ തന്നെ ഗ്യാസ് ടു സോളിഡ്,
ദ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. ഗ്യാസ് ചിലപ്പോൾ സോളിഡ് പോലെ ഡെപ്പോസിറ്റ് ആവും. അത് ഒരു എക്സാമ്പിൾ നമുക്ക് ക്ലൗഡ്സിനെ എടുക്കാം. ഗ്യാസായിട്ട് സ്റ്റീമായിട്ട് മുകളിലോട്ട് പോകും, ദ ഡെപ്പോസിറ്റ് ആസ് എ സോളിഡ് മാറ്റേഴ്സ് കോൾഡ് ക്ലൗഡ്സ്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയുള്ള പിന്നെ ഇങ്ങനൊരു ആരോ കൊടുത്തിട്ടുണ്ട്, തെർമൽ എനർജി ഗെറ്റിംഗ് ഇൻക്രീസസ് എന്നുള്ളൊരിതിൽ. ഓക്കെ, നൗ വി ഗോ ടു ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. ഇനി നമ്മൾ ഇത്രയും നേരം മാറ്റർ എന്താണ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്താണ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോണത് മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ആണ്. മാറ്ററിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാണ് പ്യുവർ സബ്സ്റ്റൻസും അടുത്തത് മിക്സ്ചേഴ്സും. മാറ്ററിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതാണ് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. ഈ ഭാഗം മുതലാണ് കുറച്ച് കൺഫ്യൂഷൻസ് തുടങ്ങുന്നത്. പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഏകദേശം എല്ലാം ഒന്ന് റിലേറ്റഡ് ആയിട്ട് പോലെ തോന്നും. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ രണ്ട് ഭാഗമേ വരുള്ളൂ. ഒന്ന് എലമെൻറ്റും ഒന്ന് കോമ്പൗണ്ടും. അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒന്ന് എലമെൻറ്റും ഒന്ന് കോമ്പൗണ്ടും. ഈ എലമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എയറിലെല്ലാം കാണുന്ന ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, പൊട്ടാഷ്യം, ഫോസ്ഫറസ് ഇവരെല്ലാവരും നമ്മുടെ എലമെൻറ്റ്സാണ്. സോഡിയം, ക്ലോറിൻ എല്ലാവരും എലമെൻ്റാണ്. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി ഇറ്റ്സ് പാർട്ടിക്കിൾ. അവർ മാത്രമേ അതിനകത്തുള്ളൂ. അങ്ങനെയുള്ള പ്യുവർ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് എലമെൻ്റ് എന്ന് പറയാൻ പറ്റുന്നത്. സോഡിയം, പൊട്ടാഷ്യം, ഫോസ്ഫറസ്, ക്ലോറിൻ ഇവരെല്ലാവരും എലമെൻ്റാണ്. അതേപോലെ തന്നെ ഉള്ള ആൾക്കാണ് ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ ഇങ്ങനെയുള്ളവരും എല്ലാവരും എലമെൻറ്റുകളാണ്. ഈ എലമെൻറ്റിന് ചില എലമെൻറ്റ്സിന് ദേ ക്യാൻ സ്റ്റേ ആസ് മോണോ അറ്റോമിക് ആയിട്ട് നിൽക്കാൻ പറ്റും. ഒറ്റ ആറ്റത്തിൽ അവർക്ക് അങ്ങനെ തന്നെ, സോഡിയത്തിന് വേണമെങ്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റും, പൊട്ടാഷ്യത്തിന് അങ്ങനെ നിൽക്കാൻ പറ്റും. പക്ഷേ ചില എലമെൻറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്, ദേ ക്യാൻ സ്റ്റേ ഓൺലി ആസ് എ ഡയറ്റോമിക്. അതായത് നമ്മളുടെ കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുട്ടികളെല്ലാവരും ഇക്വേഷൻ എഴുതുമ്പോൾ തെറ്റിക്കുന്നത് ഹൈഡ്രജനെയോ ഓക്സിജനെയോ നൈട്രജനെയോ ഒക്കെ ഏതെങ്കിലും ഇക്വേഷനിൽ എഴുതുമ്പോൾ ആ ഇക്വേഷൻ്റെ എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ല എന്ന് പറയാൻ കാരണം ഇങ്ങനെ എഴുതിയ ടീച്ചേഴ്സ് മാർക്ക് തരില്ല. ബിക്കോസ് ഹൈഡ്രജൻ എപ്പോഴും ഹൈഡ്രജൻ്റെ ഒരു ടെൻഡൻസി, ദേ ഹാവ് എ ടെൻഡൻസി ടു സ്റ്റാൻഡ് ലൈക്ക് ദിസ് H2. ദാറ്റ് മീൻസ് ഹൈഡ്രജൻ എപ്പോഴും ഹൈഡ്രജൻ്റെ തന്നെ മറ്റൊരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കൂടെ ചേർന്ന് ഹൈഡ്രജൻ മോളിക്യൂളായിട്ടായിരിക്കും നിൽക്കുന്നത്. ഹൈഡ്രജൻ ഹാവ് എ ടെൻഡൻസി, ദിസ് ഇസ് ഹൈഡ്രജൻ ആറ്റം and another hydrogen atom and it changes to hydrogen molecule. ഒരിക്കലും ഓക്സിജനോ ഹൈഡ്രജനോ നൈട്രജനോ ഒറ്റയ്ക്ക് നിൽക്കില്ല. സോ ദേ ആർ കോൾഡ് ഡയറ്റോമിക് മോളിക്യൂൾ. അങ്ങനെ ഒരു ഡൗട്ട് വരുമ്പോഴാണ് ഈ എലമെൻസിൻ്റെ പിക്ചർ നിങ്ങൾ നോക്കിക്കുക, വേറെ ഒരു കളേഴ്സും അതിനകത്തില്ല. ബിക്കോസ് എലമെൻറ്റ്സ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻ ഓൺലി വൺ സബ്സ്റ്റൻസ്. നമുക്ക് എലമെൻറ്റ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. എലമെൻറ്റ്സ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ പാർട്ടിക്കിൾ. അറ്റ് ദ സെയിം ടൈം നമുക്ക് കോമ്പൗണ്ട്സും എലമെൻസിൻ്റെ കൂടെ പഠിക്കാനുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം. നമ്മളുടെ മാറ്ററിനെ കെമിക്കലി ക്ലാസിഫൈഡ് ചെയ്തേക്കുന്നതാണ് പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും പറഞ്ഞു. അതിനകത്ത് പ്യുവർ സബ്സ്റ്റൻസ് ആണ് നമ്മൾ കണ്ട. പ്യുവർ സബ്സ്റ്റൻസ് മേ ബി ഡിഫൈൻഡ് ആസ് എ സിംഗിൾ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി സെപ്പറേറ്റ് ബൈ ഫിസിക്കൽ മെത്തേഡ് എന്ന് വെച്ചാൽ കൈ കൊണ്ട് മാറ്റുകയോ അല്ലെങ്കിൽ മറ്റൊരു മെഷീൻ കൊണ്ട് മാറ്റുവാനോ ഒന്നും പറ്റാത്ത പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അവരിലെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മിക്സ്ചേഴ്സിനെയും എലമെൻറ്റ്സ് കോമ്പൗണ്ട്സിനെയൊക്കെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം.